നമസ്തേ. ഇടവക്കൂറിലുള്ള കാർത്തിക 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദങ്ങൾ, ഇവരെ പറ്റിയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇത് 30 മുതൽ 60 വരെ ഉള്ള ഡിഗ്രിയിലാണ് ഇത്രയും പേർ നിൽക്കുന്നത്. മുൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ കാർത്തിക പലപ്പോഴും അവരുടെ സ്വന്തം കാര്യത്തിനാണ് പ്രാധാന്യം നൽകുന്നത് എങ്കിലും ഇവർ നേതൃനിരയിലൊക്കെ വരാനും കലാപ്രവർത്തനങ്ങളിൽ വരാനും കഴിവുള്ളവരാണ്. കാർത്തിക ശ്രീമുരുകനുമായി ബന്ധപ്പെട്ടും പറയുന്ന ഒരു നക്ഷത്രമാണല്ലോ. അവർക്ക് അനന്യസാധാരണമായ അനുഭൂതി, മറ്റുള്ള സഹജീവികളെ ദുഃഖിക്കുന്നതിൽ വളരെയേറെ ഫലപ്രയാസം ഉണ്ടാകുന്നവരും അത്തരത്തിലുള്ളവരെ സഹായിക്കുന്നതിന് ശ്രമിക്കുന്നവരുമാണ്. ക്ഷേത്ര കമ്മിറ്റികളിൽ, പാർട്ടി കമ്മിറ്റികളിൽ ഉൾപ്പെടുന്ന ഇവർ, അതായത് വളരെയേറെ കഷ്ടപ്പെട്ടതിൽ നിന്ന് പല കാര്യങ്ങളും ചെയ്യാൻ കഴിവുള്ളവരാണ്. കാർത്തിക ഏത് തരത്തിൽ നോക്കിയാലും വളരെയേറെ പുരോഗതി ഉണ്ടാക്കാൻ കഴിയുന്ന, മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്ന ഒരു നക്ഷത്രമായിട്ടാണ് നാം കാണുന്നത്. ധൈര്യശാലികളാണിവർ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. പുരുഷന്മാർ ജേർണലിസ്റ്റുകളായോ സയൻറ്റിസ്റ്റുകളായോ ഒക്കെ വരാം. അധ്യാപികർ, ഫോറിൻ ജോലി, പൊതുസംരംഭകർ, അതൊക്കെ പെൺകുട്ടികൾക്ക് നല്ലതാണ്. കാർത്തിക കഴിഞ്ഞ് രോഹിണിയാണ്. രോഹിണി ഭഗവാന്റെ നക്ഷത്രം, ശ്രീകൃഷ്ണന്റെ. ധാരാളം പൂജകൾ നടക്കുന്ന ഒരു ഉന്നതമായ നക്ഷത്രമാണത്. 4 പാദങ്ങളും ഈ ഇടവത്തിലാണ്. ശുക്രനാണ് ഈ രാശിയുടെ അധിപൻ. ഹിമകുന്ദം മൃണാളാഭം ദൈത്യാനാം പരമംഗുരും സർവശാസ്ത്ര പ്രമുക്താരം മംഗളം ഭാർഗവം പ്രണമാമ്യകം. ഇത്തരത്തിൽ സർവകാര്യങ്ങളിലും അറിവുള്ളവരാകണം എന്ന ഒരാശ അവർക്കും ഉണ്ടാകും. വീട്ടുകാരെ ആയാലും സഹോദരങ്ങളെയായാലും ഭാര്യാമക്കൾ എന്നിവരെയായാലും, അതായത് ഇണയെ, ഭർത്താവ്, കുട്ടികൾ എന്നിരുന്നാലും അവരെ ആയാലും അകമഴിഞ്ഞ് സഹായിക്കുന്നവരാണ്. അകമഴിഞ്ഞ് സഹായിക്കുന്നവരാണ്, വീട് നോക്കുന്നവരാണ്. എന്തെങ്കിലും പാളിച്ചയുള്ളവർ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ അവരുടെ ഗ്രഹനില പരിശോധിച്ച് പരിഹാരം ചെയ്ത് അവരെ നേർവഴി കൊണ്ടുവരാൻ കഴിയും. നല്ലൊരു മാതൃകാപരമായ കുടുംബം നയിക്കാൻ കഴിവുള്ളവരാണ്. രോഹിണിയെപ്പറ്റിയാണ് ഈ പറയുന്നത്. ശക്തമായ ഒരു പ്രൊമോട്ട് ചെയ്യാൻ കഴിവുള്ളവരാണ്, മറ്റുള്ളവരെ പ്രൊമോട്ട് ചെയ്യാൻ കഴിവുള്ളവരാണ്. ഇത്തരത്തിൽ ഏത് തരത്തിൽ നോക്കിയാലും രോഹിണി കൃഷ്ണനുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയേണ്ടതില്ല. അദ്ദേഹം ചെയ്ത നന്മകൾ, അദ്ദേഹത്തെ ചതിക്കാൻ ചെന്നവരെ പോലും അദ്ദേഹം തിരുത്തി മോക്ഷം കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് ശ്രീകൃഷ്ണൻ. അപ്പോൾ ഏത് തരത്തിൽ നോക്കിയാലും ഈ രോഹിണി വളരെ വലിയ ഒരു സംഭവമാണ്. ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് മകയിരം. 1, 2 പാദത്തിലുള്ളവർ ഡോക്ടർ, എഞ്ചിനീയർ മുതലായ നിലയിൽ പഠിച്ചുയരാൻ കഴിയുന്നവരാണ്. പ്രായമുള്ളവരാണെങ്കിൽ ഇപ്പോൾ അവർക്ക് വാതരോഗമോ ചുമയോ ജലദോഷമോ അതൊക്കെ ഉണ്ടാകുമെന്നല്ലാതെ എനിക്ക് പഠിച്ചതിന് പുറമെ എനിക്കറിയാവുന്ന ഈ 1, 2 പാദത്തിലുള്ള മകയിരംകാർ ആരും തന്നെ നിത്യരോഗികളൊന്നും അല്ല. മരുന്ന് ഫലിക്കും, അസുഖങ്ങൾ വന്നാൽ മരുന്ന് ഫലിക്കുന്നവരാണ്, ദൈവാധീനമുള്ളവരാണ്, ദേവഗണമാണിവർ. നല്ല മനസ്സിൻ്റെ ഉടമകളാണ്. പിടിവാശി ഉള്ളവരാണ് സ്ത്രീകൾ എങ്കിലും ഫാമിലി അന്തരീക്ഷത്തിൽ അത് കുറച്ച് ആവശ്യമായിരിക്കാം. പൊതുവെ പിടിവാശിക്കാർ അല്ല. അവിടെ ഓഫീസിലോ കൂട്ടുകാർക്കിടയിലോ നാട്ടിലോ പാർട്ടിയിലോ ഒന്നും അത്ര പിടിവാശിയുള്ളവരില്ല. അവർക്ക് അവരോട് മതിപ്പുള്ളവരാണ്. പുരുഷന്മാരായാലും വലിയ കുഴപ്പക്കാരായ ആളുകളല്ല അവർ. അവർ പ്രതീക്ഷിക്കുന്നതെന്തും അവരുടെ അടുത്തേക്ക് എത്തിച്ചേരുന്നു. അത്തരത്തിലൊരു സ്വഭാവ വൈശിഷ്ട്യം തന്നെ ഉള്ളവരാണ്. സ്വഭാവ വൈശിഷ്ട്യം ഉള്ളവരാണ്. തന്നെ സഹായിക്കുന്നവരെ അതിൻ്റെ ഇരട്ടിയായി തിരിച്ച് സഹായിക്കാൻ മനോഭാവമുള്ളവരാണ്. അവസരം കിട്ടിയാൽ അപ്രകാരം ചെയ്യുന്നവരാണ്. നല്ല മനസ്സിൻ്റെ ഉടമകളാണ്. ഇവർക്ക് ഈ പറഞ്ഞ ജ്യോതിഷം, കളരി, കുംഭു, ആൾപ്പൈറ്റ്, ഇത്തരം ഗൂഢശാസ്ത്രം, ഈ അസ്ട്രോളജി, ഗൂഢശാസ്ത്രം എന്ന് പറയാൻ കാര്യം ഇതെല്ലാം ധാരാളം പേർ പഠിച്ചാലും ചിലർക്ക് മാത്രമേ ചില ട്രിക്കുകൾ പിടികിട്ടൂ. അതാണ് അവർ ഗുരുക്കന്മാരോ മുന്തിയ ആളുകളായി മാറുന്നത്. സ്വരസ്ഥാനം കണ്ടുപിടിക്കുന്നത്,
ഒരു ഇൻസ്ട്രുമെൻ്റ് സ്ട്രിങ്ങിലാണെങ്കിൽ അതുപോലെ ഓരോരുത്തരും ഓരോ സ്ഥലത്താണ് എവിടെയാണ് ഇത് കണ്ടുപിടിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റും, നമുക്ക് ശ്രോതാക്കൾക്ക് അറിയാൻ പറ്റും, അവർക്ക് മാത്രമേ അറിയാവൂ. എല്ലാവരും കണ്ടുപിടിക്കുന്ന ചില സ്ഥാനങ്ങളൊന്നും ആയിരിക്കില്ല, കമ്പിയല്ലേ അത്. അതുപോലെയാണ് ഈ സീക്രട്ട് നോളജ് എന്ന് പറഞ്ഞാൽ, അവർക്ക് പഠിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് പഠിക്കാനും പയറ്റാനും കുറേ ശിഷ്യന്മാരുണ്ടാകാനും കഴിയും. അതുപോലെ നല്ല മനസ്സിൻ്റെ ഉടമകളാണ് ഈ ഇടവ കോറിലുള്ള 1-2 പാദത്തിലുള്ള വകയിലങ്കാർ. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ഞാൻ കരിക്കാൻ ക്ഷേത്രത്തിലെ ജ്യോതിഷാലയമുള്ള ആളാണ്. ദേവിയുടെ കാരുണ്യത്താൽ നിങ്ങൾക്കും നന്മയുണ്ടാകട്ടെ എന്ന് പറയുന്നു. പ്രശ്ന പരിഹാരത്തിനായി നിങ്ങൾ കരിക്കാൻ ദേവിയുടെ നടയിൽ വന്ന് നട തുറന്ന് പ്രാർത്ഥിക്കുന്നത്, അപേക്ഷിക്കുന്നത് വളരെയേറെ നന്മ ഉളവാക്കുന്നതാണ്. നിങ്ങൾക്ക് ഏവർക്കും നന്മയുണ്ടാകട്ടെ.